ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ കരുണയുടെ ആരാധനയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. ഈശോ തൻ്റെ ചുറ്റും കൂടി നിന്നവരോട് പറഞ്ഞ വചനമാണിത്. ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. ഇത് കേട്ടപ്പോൾ യേശുവിൻ്റെ ചുറ്റും കൂടെ നിന്നിരുന്നവർ ഈശോയോട് ഇങ്ങനെ അപേക്ഷിച്ചു: എങ്കിൽ ആ അപ്പം ഞങ്ങൾക്കെപ്പോഴും നൽകണമേ. ഈശോ മറുപടി പറഞ്ഞു: ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. സ്നേഹമുള്ളവർ, ഈ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വച്ചുള്ള ഈ കരുണയുടെ ആരാധനയിൽ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലായിരുന്ന ഈ ജീവൻ്റെ അപ്പത്തിൻ്റെ മുമ്പിലിരുന്ന് സൗഖ്യത്തിനും അഭിഷേകത്തിനുമായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഈശോയെ നമ്മുടെ ഇടയിലേക്ക് ക്ഷണിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യമേ ആരാധനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ, എന്നെന്നും ആരാധന. കരുണാമയൻ നീ അലിവേറും സ്നേഹം മുറിവുണക്കിടും തൈലം, ഇന്നാവിലലിയും ഹൃദയേ വസിക്കും ഇരുന്നൊരു കീടും കൃപയാ. ഈശോ നീയൻ പ്രാണനാഥൻ, ഈശോ ജീവനാഥൻ, ഈശോ നീയൻ പ്രാണനാഥൻ, ഈശോ നീയൻ ജീവനാഥൻ. ഓ എൻ്റെ ഈശോ എൻ സ്നേഹമേ, ഓ എൻ്റെ ഈശോ
ജീവനാഥൻ ഓ എൻ്റെ യേശു എൻ സ്നേഹമേ 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 ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ 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 സ്പർശിക്കണമേ. യേശുവേ 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 ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് സ്പർശിക്കണമേ, സുഖപ്പെടുത്തണമേ, എല്ലാ രോഗികളെയും സുഖപ്പെടുത്തണമേ. ഈശോയെ കടന്നു വരണമേ, അനുഗ്രഹിക്കണമേ, സൗഖ്യം നൽകണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സുഖപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ ഈശോ പഠിപ്പിച്ച വചനം ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. യേശു ക്രിസ്തുവാണ് സ്വർഗത്തിൽ നിന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതിന് വേണ്ടി കടന്നു വന്ന ഈ അപ്പം. ദിവ്യകാരുണ്യനാഥനായി ഈശോ നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ അരികിലുണ്ട്. ലോകത്തിന് ജീവൻ നൽകുവാനായി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം, ദൈവത്തിൻ്റെ അപ്പം. ഈ ദൈവത്തിൻ്റെ അപ്പത്തെക്കുറിച്ച് ഈശോ സംസാരിച്ചപ്പോൾ ഈശോയുടെ ചുറ്റും കൂടി നിന്നവരൊക്കെ പറഞ്ഞു, എങ്കിൽ ആ അപ്പം ഞങ്ങൾക്കെല്ലാവർക്കും നീ എപ്പോഴും നൽകണമേ. യോഹന്നാന്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിലെ ഈ വചനഭാഗവും യോഹന്നാന്റെ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിൽ ഈശോ സമരിയക്കാരി സ്ത്രീയുമായി സംസാരിക്കുന്ന ഭാഗവും തമ്മിൽ ബന്ധമുണ്ട്. അവിടെ യേശുവും സമരിയക്കാരി സ്ത്രീയും തമ്മിൽ സംസാരിക്കുമ്പോൾ യേശു അവളോട് ജീവജലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ജലം കുടിക്കുന്നവർക്ക് വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന ജീവൻ്റെ ജലം സ്വീകരിക്കുന്നവർ അവർക്ക് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. അപ്പോൾ സമരിയക്കാരി സ്ത്രീയും ഈശോയോട് പ്രാർത്ഥിച്ചതാണ്, എങ്കിൽ ആ ജലം, ആ ജീവൻ്റെ ജലം എനിക്ക് തരണമേ. എനിക്ക് ആ ജലം ലഭിച്ചാൽ പിന്നീട് ഈ വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരേണ്ടതില്ലല്ലോ. സ്നേഹമുള്ളവരെ, യേശുവാണ് ദാഹം ശമിപ്പിക്കുന്ന ജീവജലം. യേശുവാണ് ലോകത്തിൻ്റെ വിശപ്പുകൾക്ക് ഉത്തരമായിരിക്കുന്ന ജീവൻ്റെ അപ്പം. അതാണ് ഈശോ നമ്മളെ ഇന്ന് പഠിപ്പിക്കുക. ഇതെല്ലാം കേട്ടപ്പോൾ അവൻ്റെ ചുറ്റും കൂടി നിന്നവർ ഈ അപ്പം ഞങ്ങൾക്കെന്നും തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ അവരോട് പറഞ്ഞത് തന്നെയാണ്, ഞാനാണ് ആ അപ്പം. ഈ വചനത്തിൽ നമ്മൾ വായിക്കുന്ന ഈ അപ്പം ദൈവത്തിൽ നിന്ന് വന്ന അപ്പം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ്. എന്നെ വിശ്വസിക്കുന്നവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പലവിധത്തിലുള്ള വിശപ്പുകളിലൂടെ, ദാഹങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. സ്വാഭാവികമായ വിശപ്പുകളുണ്ട്. സ്നേഹത്തിനും അംഗീകാരത്തിനും നല്ല വാക്കുകൾക്കും സൗഖ്യത്തിനും വേണ്ടിയൊക്കെയുള്ള വിശപ്പുകളുണ്ട്, ദാഹങ്ങളുണ്ട്. എന്നാൽ ചില പാപവിശപ്പുകളും നമ്മുടെ ജീവിതത്തിലുണ്ട്.
പിശാച് നൽകുന്ന വിശപ്പുകൾ നമ്മുടെ ജീവിതത്തിലേക്കുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ വിശപ്പ് ഏതുമാകട്ടെ, എന്തിനോടുമാകട്ടെ, ഈശോ വാഗ്ദാനം ചെയ്യുന്നു, ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ഈശോയുടെ പരീക്ഷണങ്ങളെക്കുറിച്ച്, മരുഭൂമിയിലെ പരീക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, യേശുവിന് വിശന്നുവെന്ന് പ്രലോഭകൻ അറിഞ്ഞു. അപ്പോൾ പ്രലോഭകൻ അവൻ്റെ അടുത്ത് വന്ന് അവനോട് അപ്പം വാഗ്ദാനം ചെയ്തു, ഈ കല്ലുകളോട് അപ്പമാകുവാൻ നീ പറയുക. പക്ഷേ പിശാച് വിശപ്പ് തിരിച്ചറിഞ്ഞു വന്നത് ഈശോ തിരിച്ചറിഞ്ഞും ഈശോ പിശാചിനെ അവിടെ നിന്നും ആട്ടി ഓടിച്ചു. യേശു പ്രലോഭനത്തെ അതിജീവിച്ചു. യേശുവിന് പരീക്ഷണം നൽകിയ അതേ പിശാച് ഇന്നും നമ്മുടെ ജീവിതത്തിലെ വിശപ്പുകൾ മനസ്സിലാക്കി പ്രലോഭനങ്ങളുമായി കടന്നു വരുന്നുണ്ട്. അന്ന് ഏറെ ദിവസങ്ങൾ ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് വിശക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞു വന്ന പിശാച് ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമുക്കെന്തിനോടാണ് വിശപ്പെന്ന് തിരിച്ചറിയുന്നുണ്ട്. ഒരുപക്ഷെ നിനക്ക് സ്നേഹത്തിന് വേണ്ടിയുള്ള വിശപ്പായിരിക്കാം, ഒരുപക്ഷെ നിനക്ക് അംഗീകാരത്തിനും നല്ല വാക്കുകൾക്കും വേണ്ടിയുള്ള വിശപ്പായിരിക്കാം. നിന്റെ വിശപ്പ് എന്തിനോടാണെന്ന് വ്യക്തമായി അറിയുന്നവനാണ് പിശാച്. ആ പിശാച് നിന്റെ മുമ്പിൽ യേശുവിന് കൊടുത്തതുപോലെ പല തെറ്റായ വാഗ്ദാനങ്ങളുമായി വരും. അതൊരുപക്ഷെ തെറ്റായ വഴികളായിരിക്കാം, ഒരുപക്ഷെ തിന്മയുടെ വഴികളായിരിക്കാം, ഒരുപക്ഷെ ജഡികമായ പാപങ്ങളായിരിക്കാം, ദുശീലങ്ങളായിരിക്കാം, മദ്യപാനമായിരിക്കാം, ലഹരി വസ്തുക്കളായിരിക്കാം, ഇതുപോലെയുള്ള പല വസ്തുക്കളായിരിക്കാം. അപ്പോൾ നമ്മുടെ വിശപ്പുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ മുമ്പിൽ പരീക്ഷണവുമായി അപ്പവുമായി കടന്നു വരുന്ന പിശാചും ഒരു വശത്തുണ്ട്. അപ്പോൾ ഈശോ ഇന്ന് നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്, നിങ്ങൾ കടന്നു പോകുന്ന വിശപ്പുകൾ, നിങ്ങൾ കടന്നു പോകുന്ന ദാഹങ്ങൾ എത്ര വലുതാകട്ടെ, അതെന്തിനോടുമാകട്ടെ, അത് ശമിപ്പിക്കുവാൻ ഈ ദൈവത്തിൻ്റെ അപ്പത്തിന്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പത്തിന് സാധിക്കുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ അപ്പം നമുക്ക് ശക്തി നൽകുന്നതാണ്, ഉണർവ് നൽകുന്നതാണ്, അഭിഷേകം നൽകുന്നതാണ്, അതോടൊപ്പം പ്രലോഭനങ്ങൾ അതിജീവിക്കുവാൻ ശക്തി നൽകുന്നതാണ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ മനോഹരമായൊരു സംഭവം നമ്മൾ ഏലിയ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ വായിക്കും. അവിടെ ഏലിയ പ്രവാചകന്റെ ജീവിതത്തിൽ അദ്ദേഹം ബാലിൻ്റെ പ്രവാചകന്മാരെ മറ്റുള്ളവരുടെ സഹായത്താൽ അവരെയൊക്കെ നാമാവശേഷമാക്കിയതിനു ശേഷം രാജാവിൻ്റെ ഭാര്യ രാജ്ഞി ഈ വിവരം അറിയുകയും രാജ്ഞി ദൂതനെ അയച്ച് ഏലിയ പ്രവാചകനെ ഭീഷണിപ്പെടുത്തുന്നത് 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അങ്ങനെ രാജ്ഞി ഒരു ദിവസത്തിനുള്ളിൽ ഏലിയ പ്രവാചകനെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന് മരണഭയം വന്നു. വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഏലിയ പ്രവാചകൻ അവിടെ നിന്ന് ഒരു ദിവസം മുഴുവൻ മരുഭൂമിയിലൂടെ നടന്നു. മരുഭൂമിയിലൂടെ നടന്നതിന് ശേഷം അദ്ദേഹം തളർന്ന് ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഒരു മുൾച്ചെടിയുടെ അരികിലിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു, കർത്താവേ എനിക്ക് മതിയായി, കർത്താവേ എനിക്ക് മതിയായി, എൻ്റെ പ്രാണനെ അങ്ങ് തിരിച്ചെടുത്താലും. അതേ പ്രവാചകൻ മരണത്തിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രവാചകൻ മടുത്തു എന്ന് ദൈവത്തോട് പറയുകയാണ്, എനിക്ക് മതിയായി എന്ന് പറയുകയാണ്. ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും തകർച്ചകളും അല്ലെങ്കിൽ പ്രതിസന്ധികളും അദ്ദേഹത്തെ തളർത്തിയപ്പോൾ അദ്ദേഹം മരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആ മുൾച്ചെടിയുടെ അരികിൽ കിടന്നുറങ്ങി. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് വന്നു. എന്നിട്ട് ഏലിയ പ്രവാചകനെ തട്ടി ഉണർത്തി. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, ഇത് ഭക്ഷിക്കുക, നിനക്ക് വളരെ ദൂരം പോകേണ്ടതുണ്ട്. അങ്ങനെ പ്രവാചകൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കാണുന്നത് അവിടെ ചുടുകല്ലിൽ ചുട്ടെടുത്ത ഒരപ്പവും ഒരു ഗ്ലാസ് വെള്ളവും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ദൈവത്തിൽ നിന്നും സ്വർഗത്തിൻ്റെ ദൂതൻ കൊണ്ടുവന്ന് വെച്ച അപ്പം, ഒരു അപ്പവും ഒരു ഗ്ലാസ് വെള്ളവും. അങ്ങനെ പ്രവാചകൻ ആ ഒരപ്പം, ചുടുകല്ലിൽ ചുട്ടെടുത്ത ആ അപ്പവും വെള്ളവും കുടിച്ചു.
എന്നിട്ട് നമ്മൾ വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ആ ദൈവത്തിൽ നിന്ന് വന്ന അപ്പം കഴിച്ചതിന് ശേഷം പ്രവാചകൻ 40 ദിവസവും 40 രാത്രിയും നടന്ന് ദൈവത്തിൻ്റെ മലയായ ഹോറബിലെത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പോൾ സ്നേഹമുള്ളവരെ, അത് സാധാരണ അപ്പമായിരുന്നില്ല, അത് ദൈവത്തിൽ നിന്നും കിട്ടിയ അപ്പമായിരുന്നു. ആ അപ്പം കഴിച്ചപ്പോൾ പ്രവാചകൻ 1 ദിവസമല്ല 2 ദിവസമല്ല 40 ദിവസം 40 രാത്രിയും 40 ദിനങ്ങളും അദ്ദേഹം മറ്റൊരു ഭക്ഷണം കൂടാതെ മറ്റൊന്നും കൂടാതെ അദ്ദേഹം തളർച്ചയില്ലാതെ നടന്ന് ദൈവത്തിൻ്റെ മലയായ ഹോറബിലെത്തി. അതാണ് ദൈവത്തിൻ്റെ അപ്പം ഭക്ഷിക്കുന്നവരുടെ പ്രത്യേകത. അവർ കൂടുതൽ ശക്തിയുള്ളവരായി മാറുന്നു, കൂടുതൽ ഊർജമുള്ളവരായി മാറുന്നു. അവർക്ക് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശക്തി ഈ ജീവൻ്റെ അപ്പം നൽകുന്നു. സ്നേഹമുള്ളവരെ, ഇത് തന്നെയാണ് ഈശോ നമ്മോട് വാഗ്ദാനം ചെയ്യുന്നത്. സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഞാനാണ്. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല. നമുക്ക് നമ്മുടെ എല്ലാ തളർച്ചയും ക്ഷീണവും ഭയവും അസ്വസ്ഥതകളും, ഈ നാളുകളിൽ കോവിഡ് രോഗം നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരിയേറെ പടർന്ന് വ്യാപിക്കുമ്പോൾ ഒത്തിരിയേറെ ഭയം, ഒത്തിരിയേറെ ആശങ്കകൾ, അങ്ങനെ പ്രതിസന്ധികളിലൂടെ ഓരോ മനുഷ്യനും കടന്നു പോകുമ്പോൾ ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ്, ഞാനാകുന്ന ജീവൻ്റെ അപ്പത്തിൻ്റെ അരികിലേക്ക് വരിക, നിങ്ങൾക്ക് ശക്തി ലഭിക്കും, നിങ്ങൾക്ക് അഭിഷേകം ലഭിക്കും, സൗഖ്യം ലഭിക്കും, ഉണർവ് ലഭിക്കും. ഈ പ്രവാചകനെ പോലെ, ഏലിയാ പ്രവാചകനെ പോലെ 40 രാത്രിയും 40 പകലും ഒരപ്പം ഭക്ഷിച്ച് നടന്ന ആ ഏലിയാ പ്രവാചകനെ പോലെ ശക്തിയുള്ളവരായി നമ്മൾ മാറും, അഭിഷേകമുള്ളവരായി മാറും. ഈ ശക്തിക്ക് വേണ്ടി, ഈ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ദിവ്യകാരുണ്യനാഥനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. കരുണയുടെ ആരാധനയിൽ നമുക്ക് ഈശോയോട് പ്രത്യേകം പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ, അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമുക്കൊന്ന് ചേർന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ദൈവത്തിൽ നിന്നുള്ള അപ്പം ലോകത്തിന് ജീവൻ നൽകുന്നതാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ച നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ജീവൻ നൽകുന്ന ജീവന്റെ അപ്പമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, ശക്തിപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞാനാണ് ജീവന്റെ അപ്പമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന നല്ല ദൈവമേ, ഞാനാണ് ജീവന്റെ അപ്പമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന നല്ല ദൈവമേ, ജീവന്റെ സമൃദ്ധി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ വിശപ്പുകൾ തിരിച്ചറിഞ്ഞ് പരീക്ഷണങ്ങളായി പാപത്തിന്റെ അപ്പവുമായി ഞങ്ങളിലേക്ക് കടന്നു വരുന്ന പിശാചിന്റെ പ്രലോഭനങ്ങളെ എതിർത്തു നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വിശപ്പുകളും ഞങ്ങളുടെ ദാഹങ്ങളും വ്യക്തമായി തിരിച്ചറിഞ്ഞ് പരീക്ഷണങ്ങളുമായി ഞങ്ങളെ സമീപിക്കുകയും ലോകത്തിന്റെ അപ്പം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന പിശാചിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ ദൈവത്തിന്റെ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നമുക്ക് അല്പസമയം സ്വതന്ത്രമായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശലഹമല ഹരിയ 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 ഹരിയ. Glory, 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 glory. Ruha, 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 ruha. Abba, 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 Abba. Yeshua, 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 Yeshua. Hallelujah, 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 hallelujah.
ഹാലലുയ 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 യേശുവേ 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 ഹാലലുയ 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 യേശുവേ സ്പർശിക്കണമേ. എല്ലാ വിശപ്പുകളും ദാഹങ്ങളും ഏറ്റെടുക്കണമേ. പാപ വിശപ്പുകളെ യേശുവെ സുഖപ്പെടുത്തണമേ. യേശുവെ പാപകരമായ ദാഹങ്ങളെ അങ്ങ് ശമിപ്പിക്കണമേ. യേശുവെ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. യേശുവെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്ക് ഈ സമയം അങ്ങ് കടന്നു ചെല്ലണമേ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ. കർത്താവേ, രോഗികളായിരിക്കുന്നവരെ സ്പർശിക്കണമേ. കോവിഡ് രോഗം ബാധിച്ചവരെ സ്പർശിക്കണമേ. കോവിഡ് രോഗം ബാധിക്കുമെന്ന് ഭയന്ന് കഴിയുന്നവരെ സ്പർശിക്കണമേ. യേശുവെ തൊടണമേ, അനുഗ്രഹിക്കണമേ. യേശുവേ 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 യേശുവേ. സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടെ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും നമ്മോട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുള്ളവരെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് കരുണയുടെ ജപമാലയിലേക്ക് പ്രവേശിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകം മുഴുവനുമുള്ള പാപങ്ങൾക്കും പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ അർപ്പിക്കുന്നു. ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ.
പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകം മുഴുവനുമുള്ള പാപങ്ങൾക്കും പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോമിശിഹായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ അർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകം മുഴുവനുമുള്ള പാപങ്ങൾക്കും പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങ് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോമിശിഹായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ അർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ
അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകം മുഴുവനുമുള്ള പാപങ്ങൾക്കും പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങ് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ അർപ്പിക്കുന്നു.
ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെ പാപങ്ങൾക്കും ലോകം മുഴുവനുമുള്ള പാപങ്ങൾക്കും പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങ് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ അർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ
മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തിന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്തിനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയിൽ സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ കരുണയ്ക്കായി നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ലോകത്തെയും മനുഷ്യ മക്കളെയും കർത്താവിൻ്റെ കാരുണ്യത്തിനായി നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, ലോകമെമ്പാടും പടർന്ന് വ്യാപിക്കുന്ന കൊറോണ വൈറസ്, കോവിഡ് പകർച്ചവ്യാധിയിൽ നിന്നും ഈ ലോകത്തിനും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും പ്രത്യേകമായ സംരക്ഷണവും വിടുതലും നൽകണമേ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ ഉണർവുണ്ടായിരിക്കേണ്ട സമയമാണിത്. കൂടുതൽ കരുത്താർജിക്കേണ്ട സമയമാണിത്. ഏലിയ പ്രവാചകന് ദൈവം സ്വർഗത്തിൽ നിന്ന് അപ്പം നൽകിയപ്പോൾ ആ അപ്പത്തിൻ്റെ ശക്തിയാൽ 40 രാവും 40 പകലും അദ്ദേഹം നടന്ന് ദൈവത്തിൻ്റെ മലയായ ഹോറബിലെത്തി. ദൈവമേ, ഞങ്ങൾക്കും ഈ ജീവൻ്റെ അപ്പത്തിൽ നിന്ന് ശക്തി നൽകണമേ. ഞങ്ങൾക്ക് ജീവൻ്റെ അപ്പത്തിൽ നിന്നും സൗഖ്യം നൽകണമേ, അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ ഭവനങ്ങളിൽ രോഗികളായിരിക്കുന്നവർ ഈശോയ്ക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. നമ്മോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവരെ ഈശോയ്ക്ക് സമർപ്പിക്കാം. വളരെ പ്രത്യേകമായി ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഇവിടെ നിന്നുള്ള ഈ ഗുഡ്നസ് ചാനലിനെയും ഗുഡ്നസ് യൂട്യൂബ് ചാനലിനെയും എല്ലാം കർത്താവിന് സമർപ്പിക്കാം. ഈശോയെ, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ വലിയ അനുഗ്രഹമായി ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് പ്രാർത്ഥനകൾ ഞങ്ങൾ അനുഗ്രഹിക്കുവാൻ ഈശോ കടന്നു വരുന്നു. അതിന് ഈ ഗുഡ്നസ് TV ചാനലിനെയും യൂട്യൂബ് ചാനലിനെയും ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും അങ്ങ് ശക്തമായ ഉപകരണമാക്കി തീർക്കുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇനിയും ശക്തിപ്പെടുത്തണമേ, ഇനിയും അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവരെയും നമ്മളെ ഓരോരുത്തരെയും കർത്താവിന് സമർപ്പിച്ച് നമുക്കൊരു നിമിഷം ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവേ, ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, എല്ലാ രോഗികളെ ഇപ്പോൾ അങ്ങ് തൊടണമേ.
ഈശോയെ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും അങ്ങ് സ്പർശിക്കണമേ. ഈശോയെ സാമ്പത്തിക ബാധ്യതകളിലൂടെ കടന്നു പോകുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവ് ജോലി നഷ്ടപ്പെട്ടു പോയവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. കുടുംബ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെ അങ്ങ് രക്ഷിക്കണമേ. കർത്താവെ വിവാഹ തടസ്സങ്ങൾ അങ്ങ് നീക്കണമേ. മക്കളില്ലാത്ത ദമ്പതികളെ അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവെ മാരകമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെ സുഖപ്പെടുത്തണമേ. യേശുവെ അനുഗ്രഹിക്കണമേ. യേശുവെ അനുഗ്രഹിക്കണമേ. യേശുവെ അനുഗ്രഹിക്കണമേ. ആശുപത്രികളിൽ രോഗികളായി കഴിയുന്നവരെ അങ്ങ് സുഖപ്പെടുത്തണമേ. ഈശോയെ ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരാളെ പോലും അങ്ങ് വെറും കൈയോടെ പറഞ്ഞയക്കരുത്. ഈശോ എല്ലാവരും നീ അനുഗ്രഹിക്കണമേ. എല്ലാവരെയും നീ സുഖപ്പെടുത്തണമേ. എല്ലാവരിലേക്കും കൃപ വർഷിക്കണമേ. ജ്വലിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ജ്വലിക്കട്ടെ 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 ജ്വലിക്കട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.